ഭൂരിഭാഗം ആളുകളും പരലോകം വിശ്വസിച്ചിട്ടില്ല. അതേ അവസരത്തിൽ അവരിൽ കുറഞ്ഞ ആളുകൾ പരലോകത്തിൽ വിശ്വസിച്ചവരുണ്ട്. എല്ലാവരും വിശ്വസിക്കാത്തവരല്ല, കുറച്ച് ആളുകളൊക്കെ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് മൂപ്പര് ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് അതിനെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, പരലോകം ഇല്ല എന്നാണ്, പരലോകത്തിൽ വിശ്വാസമില്ല എന്നത് മുശ്രിക്കീങ്ങളുടെ ഒരു പണിയാണ്, അതന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. അതന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം നിങ്ങൾ, പരലോക വിശ്വാസം ഇല്ല എന്നത് തന്നെ അവരിൽ വന്ന ഒരു ശിർക്കാണ് എന്ന അർത്ഥത്തിൽ മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാനതെടുത്ത് വിശദീകരിച്ചു. അതെങ്ങനെ ശിർക്കാവുക? അത് കുഫറല്ലേ ആവുള്ളൂ. ഒരാൾ പരലോകമല്ല എന്ന് വിശ്വസിച്ചാൽ അത് കുഫറല്ലേ ആവുകയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അതിന് മൂപ്പര് എന്നോട് പിറ്റേത്തെ പ്രസംഗത്തിൽ മൗലവി എന്നോട് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. അതെങ്ങനെയാ ശിർക്കായത്, കുഫറല്ലേ ആവുള്ളൂ. എന്നിട്ട് മൂപ്പരിനോട് ഒരു പദ്യം ചൊല്ലിയിട്ട് ഓരോ ബൈത്തുകൾ ചൊല്ലിയിട്ട് പറഞ്ഞു, വലംബി അന്ന ശിർക വത്തഅ്തീല മുദ് കനാഹുമാ ലാ ശക്ക മുസ്തഹിബാനി അബദൻ ഫകുല്ലു മുഅത്തിലിൻ ഹുവ മുശ്രികുൻ അബദൻ ഹുവ വാളിഹു തിബിയാനി എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ആ നിലക്ക് കുറച്ച് പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലി. ആ പദ്യങ്ങൾ ചൊല്ലിയപ്പോൾ തന്നെ മൂപ്പര് പറഞ്ഞു, കിതാബ് ഏതാണെന്നും പറയൂല. കിതാബൊക്കെ മൗലവി കണ്ടുപിടിക്കട്ടെ, പറയൂല ഞാന്, അല്ലെങ്കിൽ നിഷേധിക്ക്. മൂപ്പര ജാട നോക്കി നിങ്ങൾ, മൂപ്പര ധാരണ കിതാബൊന്നും ആരും കാണൂലെന്നാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കിതാബ് കണ്ടു എന്നൊന്നും പറഞ്ഞില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ. നമ്മൾ പറഞ്ഞു, ഞാൻ പിന്നെ പേരോടെ നിങ്ങൾ നിങ്ങൾ കുറച്ച് വരിയെ പാടിയിട്ടുള്ളൂ, നിങ്ങൾ പാടിയതിന്റെ നടുക്ക് അപ്പുറം നിങ്ങൾ പാടിയിട്ടുണ്ട്, നടുക്ക് നിങ്ങൾ കുറച്ച് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വരി അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. أماني فإذا انتفت أوصافه وفعاله وعلوه من فوق كل مكان. പേരോടിന്റെ ആശയത്തെ തകർക്കുന്ന ചില വരികൾ ഇടക്കുണ്ടായിരുന്നു, അതുകൊണ്ട് പേരോട് അത് വിട്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രസംഗത്തില്. അപ്പൊ ഇവർക്ക് ബോധ്യമായാലോ ഞാനത് കണ്ടു. കാണിച്ചു തരലാറിനാണ്. അപ്പോൾ ഞാൻ കണ്ടു എന്നും കണ്ടില്ല എന്ന് പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പാടിയതിൻ്റെ അപ്പുറം അല്ലേ നിങ്ങൾ പാടിയൊരു നടുക്ക് ചില വരിണ്ടായി, ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരെ മറുപടി എന്താണെന്നറിയോ, കണ്ടു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മൂപ്പര് പറയാ, മൗലവിനോട് പറയുന്നത് അതിൻ്റെ നടുക്ക് കുറച്ച് വരിണ്ട്, അതും കൂടി പാടാൻ പറ്റുമോന്ന്. എനിക്കിപ്പോൾ എല്ലാ പദ്യവും പാടേണ്ടതുണ്ട്, കാര്യമുണ്ടോ, എനിക്ക് അതാണോ പണി? മറുപടിയല്ലേ. മൂപ്പരുടെ ആശയങ്ങൾ തള്ളിക്കളയുന്ന വരികളായതുകൊണ്ട് അത് വിട്ടു. പോകട്ടെ എന്തായിരുന്നു വിഷയം? അപ്പൊ മൂപ്പരിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുഫർ അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു നിഷേധം വന്നുപോയാൽ, പരലോക നിഷേധം അടക്കം വന്നുപോയാൽ അത് ശിർക്കന്നെയാണ് സ്ഥാപിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലേക്കൊന്നും പോകാതെ ഞാൻ പറഞ്ഞു, എന്നാലേ പേരോടൊരു കാര്യം ചെയ്യണം. ഇതൊന്നും ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ശിർക്കിന് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മളന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നജീബ് മുസ്ലിയാരിന് അരാപരത്തുകാർക്ക് അറിയാതെ വിൽക്കാൻ കാര്യമില്ല. നജീബ് മുസ്ലിയാരുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിനെതിരായിട്ട്. അപ്പൊ നിങ്ങൾ പറയും പോലെയാണെങ്കിൽ നെല്ലിക്കുത്തിനും പോയി പഠിപ്പിച്ചു കൊടുക്കണം. ഞാനൊരു പദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നെല്ലിക്കുത്തെ നിങ്ങൾ ഈ തരീഫ് പറഞ്ഞത് കൊണ്ട് ഞാൻ നാദാപുരത്ത് കുടുങ്ങിയിരിക്കുന്നു എന്ന് നെല്ലിക്കുത്ത് ഉസ്താദിനൊന്ന് പോയിട്ട് ബൈത്തി എല്ലിക്കൊടുക്കണം. നജീബ് ഉസ്താദിനോടും പറ്റുന്നുണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ കേൾക്കുന്നുണ്ടെങ്കിൽ നജീബ് മുസ്ലിയാരോടും ഒന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. അതിന് പേരോടെന്താ മറുപടി അറിഞ്ഞെന്നറിയോ? പേരോട് പറയാണ്, അതിപ്പോ ഞങ്ങൾ എന്തിനാ വെറുതെ പണ്ഡിതന്മാരെന്താ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾ വെറുതെ എന്തിനാണ് മഹാന്മാരായ നെല്ലിക്കുത്തിന് നജീബ് മുസ്ലിയാരൊക്കെ അതിലേക്ക് വലിച്ചഴക്കുന്നത്? അതുകൊണ്ട് മറുപടിയായോ? അതാണ് പറയുമ്പോ നജീബ് മുസ്ലിയാരെ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതൊക്കെ രക്ഷപ്പെടാനുള്ള വകുപ്പല്ലേ. നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ആ ഭാഗമെങ്കിലും നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അത് കുഫറാണോ അതോ ശിർക്കാണോ പരലോക നിഷേധം എന്ന് കേൾപ്പിക്കുന്ന ഭാഗം ഒന്ന് കേൾപ്പിക്കും.
ശിർക്കെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ, കൊട്ടപ്പുറം വാദപ്രതിവാദം മുതൽ ഇന്നോളം നിങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചും നിങ്ങൾ വലിയ ചോദ്യം എന്ന നിലക്ക് നിങ്ങൾ മുജാഹിദീങ്ങളെ ഉത്തരം മുട്ടിക്കുന്നു എന്ന നിലക്ക് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മൗലവിമാരെ ശിർക്കിന്റെ നിർവചനം പറയാമോ, ശിർക്കിന്റെ തരീഫ് പറയാമോ? എന്നിട്ട് നിങ്ങൾ ശിർക്കിന്റെ തരീഫ് പറയലില്ലേ, ശിർക്കിന്റെ അർത്ഥം പറയലില്ലേ? ആ നിർവചനം വെച്ചിട്ട് പരലോക നിഷേധം ശിർക്കാണെന്ന് പേരോടെ നിങ്ങളൊന്ന് തെളിയിക്കാമോ? നിങ്ങൾ എഴുതിയ നിർവചന പ്രകാരമാ ചോദിക്കുന്നത്, നിങ്ങളോടാ ചോദിക്കുന്നത്. കേൾപ്പിച്ചു തരാം, നിങ്ങളിതൊന്ന് വായിച്ചു കൊടുക്കണം തെല്ലിക്കുത്തിന്. എന്താ നിങ്ങൾ പറഞ്ഞത് കേട്ടോളൂ. ശിർക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കേട്ടോളൂ. തൗഹീദിന്റെ വിപരീത പദമാണ് ശിർക്ക്. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വിശ്വാസങ്ങളാണ് തൗഹീദും ശിർക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയാണ്, കേട്ടോളൂ. പങ്കുചേർക്കുക എന്നത്രേ ശിർക്ക് എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം. ഇത് ഭാഷാർത്ഥം, ഭാഷയിലുള്ള അർത്ഥം പങ്കുചേർക്കുക. ഇസ്ലാമിക വീക്ഷണത്തിൽ അതിന് നൽകുന്ന നിർവചനം കേട്ടോളൂ. അല്ലാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കല്ലെന്നാണ്. അപ്പൊ എന്താ ശിർക്കിന്റെ താരീഫ്? അല്ലാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കല്ലെന്നാണ്. തീർന്നില്ല, ഇനിയും നിങ്ങൾ കേട്ടോളൂ. 60 പേജിൽ നിന്നുകൂടി വായിക്കട്ടെ. ചുരുക്കത്തിൽ അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്നും, അവനെ കൂടാതെ വേറെ ഇലാഹുണ്ടെന്ന വിശ്വാസത്തിനാണ് ശിർക്ക് എന്നും പറയപ്പെടുന്നത്. അതിന് നിങ്ങൾ തെളിവും പറഞ്ഞു. സൈദുദ്ദീൻ തഫ്താസാനി പറഞ്ഞതും ഇതേ അർത്ഥത്തിലേക്ക് മടങ്ങുന്നതാണ്. അൽ-ഇശ്റാഖു ഹുവ ഇസ്ബാതു ശരീകി ഫിൽ ഉലൂഹിയത്തി ബിമഅനാ വുജൂബിൽ വുജൂദ് കമാലിൽ മജൂസ് ഔ ബിമഅനാ ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി കമാലി അബദത്തിൽ അസ്നാം. ശിർക്ക് എന്നാൽ മജൂസികൾക്കുള്ളതുപോലെ അസ്തിത്വം നിർബന്ധമാണെന്ന അർത്ഥത്തിലോ ബിംബാരാധകർക്കുള്ളതുപോലെ ഇബാദത്തിന് അർഹൻ എന്ന അർത്ഥത്തിലോ ഉള്ള ഉലൂഹിയത്തിൽ പങ്കുകാരനെ സ്ഥാപിക്കലാണ്. ഇതിങ്ങോട്ട് വായിക്കാം. ഇതിങ്ങോട്ട് വായിച്ചിട്ട് ഇപ്പൊ എന്താ, നെല്ലിക്കുത്തിന്റെ ഭാഷയിൽ പരലോക നിഷേധം എന്താവൂല? ശിർക്കാവൂല. എന്താവുള്ളൂ? കുഫ്രയാവുള്ളൂ. അല്ലെങ്കിൽ പേരോട് പറയണം, ഈ നിർവചനം വായിക്കണം. ഉസ്താദ് ഈ നിർവചനം വായിക്കണം. ഈ നിർവചനം വായിച്ചിട്ട് പരലോക നിഷേധം എങ്ങനെയാണ് ശിർക്കാകുക എന്ന് ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് തെളിയിക്കണം. പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. എല്ലിക്കുത്തിനെ പറ്റി ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് പേരോട് മിണ്ടിയിട്ടില്ല. നജീബ് മുസ്ലിയാരെ പുസ്തകത്തിലെ ഉദ്ധരണി കേൾപ്പിച്ചിട്ടുണ്ട്, അതും കൂടെ കേട്ടോളൂ. അതിനും മുസ്ലിയാർ മിണ്ടിയിട്ടില്ല. മാത്രമല്ല, ഞാൻ നിങ്ങൾ എന്നോടൊരു പദ്യമല്ലേ വായിച്ചത്, ഞാൻ നിങ്ങളോട് ഒരു ഗദ്യം വായിക്കാം. നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നതൊരു പദ്യം, ഞാനൊരു ഗദ്യം വായിക്കാം. അത് തിരിയാതെ പോണ്ട, മലയാളത്തിലാ. മലയാളത്തിൽ ഞാനത് നിങ്ങൾക്ക് ഒരു വാചകം വായിച്ചു തരാം. ഇത് പുസ്തകം ഏതാണെന്നറിയോ? പുസ്തകം അറിയാതെ ഇടങ്ങേറാവൊന്നും വേണ്ട. തൗഹീദ് മുഖാമുഖം ഇതാ ചിത്രം തന്നെ കാണുന്നു. നജീബ് മൗലവി. സംസ്ഥാനക്കാർക്ക് അറിയാതെ പോവില്ലല്ലോ. സംസ്ഥാനയുടെ നേതാവ് നജീബ് മൗലവി എന്ന് പറയുന്ന മുസ്ലിയാര് എഴുതുന്നത് കണ്ടോളൂ. എന്താണ് ഇതിൽ എഴുതുന്നത്? ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ കേട്ടോളൂ, അപ്പോൾ ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ ചോദിക്കുകയാണ്, ശിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം. പരലോകം നിഷേധിച്ച മുശ്രിക്കാവോ കാഫിറാവോന്ന് ഇതിലൂടെ നജീബ് മൗലവി പറയുന്നു. പേരോട് ശരിക്കും കേട്ടോ. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തീർത്തും പുറത്തു പോകുന്ന പിഴച്ച വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും കരുത്തുകളെയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആമായ പൊതുവാക്യമാണ് കുഫർ. ഇതിൽപ്പെട്ട ഒരു പരിമിതമായ ഖാസ് കുഫറാണ് ശിർക്ക് എന്നത്. മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിന് സമാനമായി മറ്റൊരു ദൈവത്തെയോ അള്ളാഹുവിന് പുറമെ ആരാധനക്ക് അർഹതയുള്ളതായി വല്ല വസ്തുവിനെയോ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസം എന്ന കുഫർ മാത്രമേ ശിർക്കാവുന്നുള്ളൂ. നേരെ മറിച്ച് നബിയെ നിഷേധിക്കുക, മലക്കുകളെ നിരാകരിക്കുക,
പരലോകം വിശ്വസിക്കാതിരിക്കുക എന്നിത്യാദി കുഫറുകളെയൊന്നും ശിർക്കെന്ന് പറയുകയില്ല. നജീബ് മുസ്ലിയാരാണ് എന്നത് നിങ്ങളുടെ ഐക്യമുന്നണിയിലെ നേതാവല്ലേ, സുന്നിയല്ലേ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇനിയും എഴുതുന്നു, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മുശ്രിക്കുകളും കാഫിറുകളാണ്, എന്നാൽ കാഫിറെല്ലാം മുശ്രിക്കല്ല. അല്ലാഹുവിന്റെ ഏകത്വം നാം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അതേവിധം വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരാൾ തന്നെ കാഫിറാകാം. അയാൾ പരലോക ജീവിതം നിഷേധിച്ചാൽ മതി, പക്ഷേ അയാളെ മുശ്രിക്കെന്ന് വിളിക്കുകയില്ല. അപ്പോൾ കുഫറിന്റെ ധാരാളം ഇനങ്ങളില്ലെന്ന് അല്ലാഹുവിനോടൊപ്പം മറ്റൊരാരാധ്യനെ പങ്കുചേർക്കുക എന്ന അതീവ ഗുരുതരവും അതികഠിനവുമായ കുഫറിന്റെ പ്രത്യേക നാമമാണ് ശിർക്ക് എന്നത്. ഇത് വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, കർമ്മങ്ങൾ ശിർക്കാവുകയില്ല. ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ. എന്റെ വക കമന്റ് ഒന്നും പറയുന്നില്ല, പേരോടൊന്ന് പഠിച്ചോളൂ. അതല്ല അല്ലെങ്കിൽ നജീബ് മൗലിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ. പേരോട് തെളിയിച്ചിട്ടില്ല, പേരോട് മിണ്ടിയില്ല. എന്നിട്ട് നെല്ലിക്കുത്തിൻ്റെയും നജീബ് മുസ്ലിയാരുടെയും ഈ പുസ്തകങ്ങളില് ഈ ഉദ്ധരണികൾ പറഞ്ഞിട്ട് പേരോട് അതിനെപ്പറ്റി എന്താ പറഞ്ഞത് വലിയ രസമാണ്. അവരെയാണ് പൊക്കിയിട്ട് മൂപ്പരതിന് വേറൊന്നും പറയല്ല, നിങ്ങൾക്ക് തിരിയില്ല എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടോളി. അവർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. കേട്ടോളി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും നജീബ് മൗലവിയുടെയും പുസ്തകത്തിൽ നിങ്ങൾക്കെതിരായിട്ടുണ്ട്. ആരാ മൗലവി പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ മൗലവി? അത് ഞങ്ങളുടെ ഉത്തരവാദി. എന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദിനെയും നജീബ് മൗലവിയെയും ഇവിടുത്തെ ചർച്ചയിൽ വലിച്ചിടണോ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാരെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കത്തില്ല. എന്താ കിടക്കാത്ത? കടക്കണേ. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ലാണ്ടാണ് പോവുക. നെല്ലിക്കുത്തും നജീബ് മുസ്ലിയാരും ഒക്കെ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ മനസ്സിലായ ആളുണ്ടല്ലോ, പേരോടവറുകള്. മൂപ്പരിക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? അത് പറഞ്ഞില്ല. എന്താണെന്നറിയോ? മറുപടി പറയാൻ കഴിയൂല. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞ് വേറൊരു പണ്ഡിതന്റെ ഒരു ഉദ്ധരണി ഉണ്ട്, അറബിയിലൊരു ഉദ്ധരണി വായിച്ചു. ഒരു ഉദ്ധരണി വായിച്ചു. ആ ഉദ്ധരണി ഇബാറത്ത് വായിച്ചിട്ട് മൂപ്പര് പറഞ്ഞു കിതാബൊന്നും പറയൂല, നോക്കി പഠിക്കട്ടെ. പാവ അപ്പോഴും വിചാരിച്ചു കാണൂല, കിതാബ് കാണില്ല എന്ന് വിചാരിച്ച്. ഈ CD കണ്ട് 1/2 മിനിറ്റ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു ഇതെവിടെയാണ് കണ്ടുപിടിച്ചു. എങ്കിൽ പേരോടിനോട് പറയട്ടെ, നിങ്ങൾ വായിച്ചൊരു ഇബാറത്തില്ലേ, ആ ഇബാറത്തും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നെല്ലിക്കുത്തിൻ്റെയും നജീബ് മുസ്ലിയാരെയും അടുത്ത് പോകുമ്പോൾ കൊണ്ടുപോകണം. നിങ്ങൾ എനിക്ക് കേൾപ്പിച്ച വേറൊരു ഇബാറത്തില്ലേ, അതും എടുക്കുക. പണ്ടത്തെ ബുക്കിന് പുറമെ പറയാനിട്ട പേരോടിനോടാ പറയുന്നത്, പണ്ടത്തെ പുസ്തകങ്ങൾക്ക് പുറമെ നിങ്ങളിപ്പോൾ മറുപടിയായിട്ട് കേൾപ്പിച്ച വേറൊരു ഇബാറത്തുണ്ട്, എവിടെ കിതാബിലൊന്നും പറയൂല എന്ന് പറഞ്ഞിട്ട്. ആ ഇബാറത്തും കൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൂടിയും കൊണ്ട് ഇനിയും പോകണം. നജീബ് മുസ്ലിയാരുടെ അടുത്തും പോകണം, നെല്ലിക്കുത്തിൻ്റെ അടുത്തും പോകണം. കാര്യം വളരെ കുഴഞ്ഞിരിക്കുന്നു. ഈ ഇബാറത്തും നിങ്ങൾക്ക് എതിരാണ്. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് തിരുത്തിക്കിൻ കേട്ടോ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.